ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. CPI യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഷിജോ, നമ്മൾ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വന്നത്. തുടരാം. അമൃത, CPI എന്തായാലും ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന കാര്യം. അതിനകത്ത് ആദ്യഘട്ടത്തിൽ CPI എങ്ങനെയൊക്കെ അവർക്കുണ്ടായിട്ടുള്ള അതൃപ്തി തുറന്നു പറഞ്ഞിട്ടുണ്ടോ അതിലൊന്നും മുഖവിലേക്കെടുക്കാൻ അല്ലെങ്കിൽ CPIയുമായിട്ട് ഒരു അനുനയ ശ്രമത്തിന് അല്ലെങ്കിൽ CPIക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് കേൾക്കാൻ പോലും CPM നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ തുടക്കം മുതൽ ഈ പദ്ധതിയിൽ നമുക്കറിയാം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ വലിയ തരത്തിലുള്ള വിവാദമുണ്ടായതാണ്. CPIയും CPMും ഒരുപോലെ ഈ പദ്ധതിയെ എതിർത്തതാണ്. അപ്പോൾ ഒരു തരത്തിലും ഒപ്പുവെച്ച് മുന്നോട്ട് പോകില്ല. കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ സമയം പോലുമുണ്ട്. അന്ന് CPIയും CPMും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് പിന്നീട് CPM വഴിമാറി ചവിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങനെ ഇതിനകത്ത് CPMനൊരു മനം മാറ്റം ഉണ്ടായി, എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിക്ക് പറഞ്ഞയച്ച് എങ്ങനെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടു? അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് CPI സംശയിക്കുന്നത്. അപ്പോൾ തങ്ങളെ മുഖവിലേക്കെടുക്കാതെ തങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അംഗീകാരം നൽകാതെ മുന്നോട്ട് പോകുന്ന ഒരു മുന്നണി സംവിധാനം അങ്ങേയറ്റം കെട്ടുറപ്പുണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള കാര്യമാണ് CPI ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് CPIഎമ്മിന്റെ നിലപാട് കൂടി നോക്കിയതിന് ശേഷം ഒരുപക്ഷെ അല്പസമയത്തിനകം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വിശദീകരിക്കും. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ല, CPIയെ ഈ പറയുന്ന അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വിശദീകരിച്ചേക്കാം. പക്ഷേ കേന്ദ്ര ഫണ്ട് കിട്ടണമെങ്കിൽ പദ്ധതി ഒപ്പിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുക. പക്ഷേ അപ്പോഴും CPIക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തി അതിനെ എങ്ങനെ മാറ്റും, CPIയെ എങ്ങനെ മുന്നണിക്കൊപ്പം പിടിച്ചു നിർത്തും? ഒരുപക്ഷെ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ CPIക്ക് മുന്നണിയിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള വഴി പോലും ഇപ്പോൾ തുറന്നു കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ CPI ചിന്തിക്കുമെന്ന കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. മന്ത്രിമാരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ള ആവശ്യം പോലും കഴിഞ്ഞ ദിവസം CPIക്ക് അകത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങൾ പോലും മന്ത്രിമാർ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചത്. അപ്പോൾ മന്ത്രിമാർ രാജിസന്നദ്ധത അറിയിക്കുമ്പോൾ മന്ത്രിമാർ രാജിവെക്കേണ്ടതില്ല, പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് CPI എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം, MV ഗോവിന്ദന്റെ വിശദീകരണം, ഇവർ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് വാർത്താ സമ്മേളനം ബിനോയ് വിശ്വം നടത്തും. ആ ബിനോയ് വിശ്വം എന്ത് പറയും? CPIയുടെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള കാര്യം തന്നെയായിരിക്കും അദ്ദേഹം ആവർത്തിക്കുക. പക്ഷേ അപ്പോഴും അതിനപ്പുറത്തേക്ക് എന്ത് സുപ്രധാനമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ CPI കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഈ മാസം 27-ാം തീയതി ആലപ്പുഴയിൽ വെച്ച് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ എക്സിക്യൂട്ടീവ് യോഗം ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകും. ആ അംഗീകാരം നൽകുന്നതോടുകൂടി ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിന്നാൽ തന്നെ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും, അതിനെ അങ്ങനെ കാണേണ്ടി വരും. കാരണം ഒരു മന്ത്രിസഭയിലെ അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുള്ള മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്ത് അങ്ങനെ മാറി നിന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയൊരു ചരിത്രത്തിന് വഴി തുറക്കുന്ന കാര്യങ്ങളായിട്ട് അത് മാറും. എന്തായാലും അത്തരമൊക്കെ ഒരു നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനത്തിലേക്കൊക്കെ CPI കടക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും പ്രത്യേകിച്ച് ഒരു രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം നിൽക്കുകയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം കടക്കുമ്പോൾ ഒരു മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയാൽ അത് പ്രതിപക്ഷത്തിനും BJPക്കും ഒക്കെ കൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന, അവർക്ക് വളമൊരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും.